ഓക്കെ, നമുക്ക് പത്രവിശേഷങ്ങളിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം കേരളം ഞെട്ടിയ അല്ലെങ്കിൽ വളരെ സ്തോഭജനകമായൊരു വാർത്തയും ഒപ്പം അതിൻ്റെ തുടർ വാർത്തകളുടെയും മണിക്കൂറുകളിലേക്ക് വന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം, ഒരു ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ എക്സെപ്റ്റ്സ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയും തലക്കെട്ടും എല്ലാം. അതിൽ സവിസ്തരം ഉൾപേജുകളിലടക്കം എല്ലാം വളരെ കൃത്യമായും വളരെ പല ആംഗിളിൽ ഈ വിഷയം ചർച്ച ചെയ്ത ദിവസം എന്ന് പറയാം. കാരണം ശബരിമല തന്ത്രി അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഇത്രയും കാലങ്ങളായി ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പല രീതിയിൽ നോക്കിയാൽ ദൈവതുല്യൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത SIT അറസ്റ്റ് ചെയ്ത വാർത്തയാണ്. അതെന്തായാലും വലിയ പ്രാധാന്യത്തിൽ തന്നെ മലയാളത്തിലെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. മാതൃഭൂമി പോറ്റി തന്ത്രി കുടുങ്ങിയെന്നാണ് മാതൃഭൂമിയുടെ അവരുടെ ലീഡിൽ എഴുതിയിരിക്കുന്നത്. അവരുടെ തലക്കെട്ട് റിമാൻഡിൽ എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള റിമാൻഡിൽ. തന്ത്രി കണ്ഠര രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങൾ. ഗൂഢാലോചനയിൽ പങ്കാളിയായി, ആചാര ലംഘനത്തിന് ഒത്താശ ചെയ്തു, താന്ത്രിക നടപടികൾ പാലിച്ചില്ല എന്നുള്ളതാണ് SIT പറയുന്നത്. അത് കോടതിയുടെ തന്നെ മേൽനോട്ടത്തിൽ ചുമതലയിലുള്ള ഒരു അന്വേഷണ സംഘം നടത്തിയ നീക്കം അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തെ തുടർന്നുള്ളൊരു നടപടിയായിട്ട് ഇതിനെ എടുക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് അത് എത്ര കണ്ട് ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഉൾപേജുകളിലെല്ലാം ഈ വാർത്തയെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ഈ രാജീവരാണോ എന്നുള്ളതും, രാജീവർക്ക് പിന്നിൽ നിഴൽ പോലെ പോറ്റി കുറേ കാലമായി ഉണ്ടായിരുന്നു, 2 പതിറ്റാണ്ട് എന്നുള്ള തുടങ്ങിയ ഉൾപേജുകളിൽ വളരെ വിശദാംശങ്ങളെല്ലാം തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. മലയാള മനോരമയെ സംബന്ധിച്ച് മലയാള മനോരമ കുറേ കൂടെ നല്ല ലേഔട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന 1-ാം പേജ് എന്ന് പറയാം. കാരണം കണ്ഠര രാജീവർ നടന്നു വരുന്ന ചിത്രം സഹിതം ശബരിമല സ്വർണ്ണക്കൊള്ള 11-ാം അറസ്റ്റ് തന്ത്രിയും എന്നാണ്. അറസ്റ്റിലായത് രാജീവർ ഇതിൽ ഈ റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി എന്ന് മലയാള മനോരമ പറയുന്നു. ഒപ്പം അവർ ഉൾപേജിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രസക്തമായ കാര്യങ്ങളും കൂടിയാണ്. കാരണം ഗൂഢാലോചനയിൽ പങ്കാളി എന്നുള്ളതും ഒപ്പം ഇനി ആര് എന്ന് മലയാള മനോരമ ചോദിക്കുന്നു. ഈ താഴ്മൺ മഠത്തിൻ്റെത് പാരമ്പര്യ അവകാശമാണ്, സർക്കാരിനെ പ്രകോപിപ്പിച്ച് തന്ത്രിയുടെ ശുദ്ധികലശം എന്നും ഈ വിഷയമുണ്ടായ സമയത്ത്, പോറ്റിയുടെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് രാജീവര് നടത്തിയ പ്രതികരണവും ഏതായാലും ഇപ്പോൾ അവരതെടുത്ത് വീണ്ടും കോട്ട് ചെയ്തിരിക്കുന്നു. ദേശാഭിമാനിയിലേക്ക് വന്നാൽ, ദേശാഭിമാനിയിൽ കണ്ഠര രാജീവർ ജയിലിൽ എന്നാണ് ദേശാഭിമാനിയുടെ തലക്കെട്ടിൽ പറയുന്നത്. അതിൽ ഉൾപേജിൽ ദേശാഭിമാനി ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ടെന്നും അത് ദുരൂഹമായ ഇടപാടുകൾ ചുരുളെഴുകുകയാണെന്ന് 7-ാം പേജിൽ ദേശാഭിമാനി പറയുന്നു. ജന്മഭൂമിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി റിമാൻഡിൽ എന്ന് ജന്മഭൂമി 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവർ നൽകിയിരിക്കുന്നു. മംഗളം വിഗ്രഹം ഉടഞ്ഞു എന്നാണ് മംഗളത്തിൻ്റെ തലക്കെട്ട്. ഒരു കൗതുകമുള്ള തലക്കെട്ടോടുകൂടി അവർ നൽകിയിരിക്കുന്നു. ആചാരലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നുവെന്ന് SIT കണ്ടെത്തിയതായി അവർ പറയുന്നു. ഈ ആചാരലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എന്ന് SIT പറയുന്നത് ശരിയാണെങ്കിൽ അത് കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വേദന ഉണ്ടാക്കുന്നതോ ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. കേരള കൗമുദി 1-ാം പേജിൽ ദൈവതുല്യനും അകത്ത് എന്നുള്ളതാണ് കേരള കൗമുദിയുടെ 1-ാം പേജിലെ തലക്കെട്ടും. അതുമായി ബന്ധപ്പെട്ടവർ കൊള്ളയ്ക്ക് തന്ത്രിയുടെ മൗനാനുവാദം എന്നും അവർ ആ വാർത്തയിൽ എഴുതിയിട്ടുണ്ട്. മാധ്യമവും തന്ത്രി അകത്ത് എന്നുള്ള വാർത്ത തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസും അടക്കമുള്ള പത്രങ്ങളും ഈ വാർത്ത ആ രീതിയിൽ തന്നെ ക്യാരി ചെയ്തിരിക്കുന്നു. ഫാൾ ഫ്രം ഗ്രേസ് എന്നാണ് ശബരിമല തന്ത്രി രാജീവർ ഹെൽഡ് ഇൻ ഗോൾഡ് തെഫ്റ്റ് കേസ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 1-ാം പേജ് തലക്കെട്ടിൽ അവർ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വാർത്ത അതിന് അത്രയും തലക്കെട്ടുകൾ പറയാനുള്ള ഒരു കാരണം ആ വാർത്തയുടെ ഗ്രാവിറ്റി തന്നെയാണ്. തീർച്ചയായും ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ഈ ട്രംപ് മച്ചാഡോ കൂടിക്കാഴ്ച നൊബേൽ സമ്മാനം കൈമാറുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാതൃഭൂമി 1-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. കാരണം ഈ സമാധാന പുരസ്കാരം വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവായ ഇവർക്ക് മച്ചാഡോയ്ക്ക് നൽകിയ സമയത്ത് ഇത് ട്രംപിന് അവകാശപ്പെട്ടതാണെന്നും ട്രംപ് വലിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ വെനസ്വേലയിൽ മഡ്യൂറോയെ അറസ്റ്റ് ചെയ്തത് വലിയൊരു പുണ്യപ്രവൃത്തിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുകയാണ് വേണ്ടത് എന്നും ആലങ്കാരികമായി അവർ പറഞ്ഞിരുന്നു. ഏതായാലും അവർ കൈമാറുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ടി വരും. മറ്റ് വാർത്തകളിലേക്ക് കൂടെ വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. കാരണം അത് ഒന്ന് EDയുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. മമത തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു. ആ റാലിയാണ്
വാർത്തയാണ് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ. ഐപാക് റെയ്ഡ്, ഇഡിക്കെതിരെ മമത തെരുവിൽ, അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ള ഡെറക് ഒബ്രിയാനെയും മഹുവ മൊയ്ത്രയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്ത ഇന്ന് പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഇഡിക്കെതിരെ മമത തെരുവിൽ എന്നാണ്, ആ ചിത്രം സഹിതമാണ് അവർ നൽകിയിരിക്കുന്നത്. ഒപ്പം സുപ്രഭാതത്തിൽ മറ്റൊരു കൗതുകകരമായൊരു വാർത്തയുണ്ട്. ബഹിരാകാശ നിലയത്തിൽ സഞ്ചാരിക്ക് ആരോഗ്യ പ്രശ്നം, തിരിച്ചിറക്കം നേരത്തെ എന്നുള്ളതാണ്. അതൊരു അസാധാരണമായ സാഹചര്യമാണെന്നും ഇങ്ങനെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരാൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് എന്നും ആ വാർത്തയിൽ അവർ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് സിറാജിലേക്ക് വന്നാൽ അതിൽ 2 വാർത്തകൾ പ്രധാനപ്പെട്ടതായിട്ട് അവർ നൽകിയിട്ടുണ്ട്. അത് ഒന്ന്, ട്രംപ്, എനിക്കൊരു അന്താരാഷ്ട്ര നിയമവും ബാധകമല്ല എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിൻ്റെ ഒരു ഓൺ ലെഗസി, ഓൺ ഫിലോസഫി ആയിട്ട് ഞാൻ പോകുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിന് സ്വന്തം ധാർമ്മികത മതി, ഒരു അന്താരാഷ്ട്ര നിയമവും തനിക്ക് ബാധകമല്ല എന്ന് ട്രംപ് പറഞ്ഞത് സിറാജ് 7-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഇറാനിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഖൊമൈനി മാറ്റണം എന്നുള്ള തരത്തിലേക്ക് യുവാക്കളുടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു. ആ വാർത്ത ഇന്ന് വലിയ പ്രാധാന്യത്തിൽ ചില പത്രങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ സിറാജ് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഹിന്ദുവിൽ ഇന്ന് മറ്റൊരു വാർത്തയുള്ളത്, ഈ മംദാനി ഉമർ ഖാലിദിൻ്റെ വിഷയത്തിൽ ഇടപെട്ടതിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുകയും അതിൽ അവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത അവർ ഒരു പ്രാധാന്യത്തോടു കൂടെ നൽകിയിട്ടുണ്ട്. ഒപ്പം ചില വാർത്തകളിൽ കൂടെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാം. അത് സ്പോർട്സിൽ മലയാള മനോരമയുടെ 16-ാം പേജിൽ ഒരു ഫോട്ടോ സ്റ്റോറി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രൊഫഷണൽ ഫുട്ബോളർ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം 1-ാം പേജിൽ ഇ സോമനാഥ് എന്ന് പറയുന്ന മലയാള മനോരമയുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം 2 പുതിയ തവളകൾക്ക്, അരുണാചലിൽ കണ്ടെത്തിയ 2 തവളകൾക്ക് പേരിട്ട വാർത്ത, ഇതൊരു കൗതുക വാർത്തയാണ്. ആ വാർത്ത അവർ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് മാതൃഭൂമിയിലാണ്. അത് മാതൃഭൂമിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു. അവരുടെ മൊത്തം നഷ്ടം എത്രയാണെന്ന് സംബന്ധിച്ചൊരു വാർത്ത അവർ സ്പോർട്സ് പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഒറ്റ വാർത്ത കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രസ് സ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് വളരെ വേദനാജനകമായൊരു വാർത്തയാണ്. അത് മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. മാധവ് ഗാഡ്ഗിലിനെ സംബന്ധിക്കുന്നൊരു വാർത്തയാണ്. പ്രകൃതി മറക്കാത്ത ഗാഡ്ഗിലിനെ പ്രമുഖർ മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാതൃഭൂമിയും ആ വാർത്ത നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഗാഡ്ഗിലിനെ പൂനെയിലെ സംസ്കാര ചടങ്ങിൽ പ്രമുഖരാരും എത്തിയില്ല എന്നുള്ളതാണ് ആ വാർത്ത. ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയെങ്കിലും പത്മഭൂഷൺ നേടി ആദരിച്ച അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇവരാരും തന്നെ എത്തിയില്ല. അവിടെ എന്തൊക്കെയോ കൺഫ്യൂഷനുകൾ ഉണ്ടാവുകയും പോലീസും അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അവിടേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വലിയ തിരക്കായിരിക്കും എന്നൊക്കെ കരുതിയിരുന്നു എന്ന് മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫർ എഴുതിയ കുറിപ്പിലുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തീരെ എന്താ പറയുക, ഒരു സാധാരണ ഒട്ടും പ്രശസ്തിയൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ആലോചിക്കുകയും ചെയ്യുകയും ചെയ്തൊരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ രീതിയിലായിരുന്നില്ല അവിടെ നടന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഇന്ന് ഒരുപാട് വാർത്തകളും പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ ഇനി എന്തൊക്കെ തരത്തിലുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വരും, കൂടുതൽ ചോദ്യം ചെയ്യൽ, SITയുടെ പുതിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയാനുണ്ട്. അതിൻ്റെ മണിക്കൂറുകളിലേക്ക് കിടക്കുകയാണ്. അതിനിടയിൽ ഇടയ്ക്ക് സേതുവിൻ്റെ പാട്ടൊക്കെ വരുന്നതുകൊണ്ട് ആളുകൾ നല്ല രീതിയിൽ നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ പോലെയല്ല. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറയുക, ഒരു നല്ല ദിവസം ആശംസിക്കുകയും ഒപ്പം സേതുവിൻ്റെ പാട്ടുകൾ ഇനിയുള്ള ദിവസങ്ങളിലും വളരെ ഉഷാറായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.